ആയിക്കാ അതെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തിന്? ഉമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാലോ. അതൊക്കെ ശരി തന്നെ. ഇന്ന് രാവിലെ തന്നെ ആ പ്ലാവിൻ്റെ ചോട്ടിലിരുന്നിട്ടേ തെറി പറിച്ചില്ല. ആരേന്നറിയോ? കാക്കേനെ അണ്ണറക്കണ്ണനൊക്കെ ചക്ക തിന്നും പോലും. ആയിക്കോട്ടെ. ഉമ്മ എന്താ പായസം? ഇന്നിപ്പോൾ എന്തൊരു പുതുമാതിരി പായസമൊക്കെ ആയിട്ട് 4-5 കൊല്ലമല്ലേ വന്നിട്ട് എന്നിട്ട് എപ്പോഴാണ് എനിക്ക് പായസം വയ്ക്കാൻ തോന്നിയത്? ഓ തുടങ്ങി. അതെ, നിങ്ങളെ മോൻ വിളിച്ച് പറഞ്ഞ് ഇന്ന് ഉമ്മാൻ്റെ പിറന്നാളാണ്, ഇജ്ജ് കുറച്ച് പായസം ഉണ്ടാക്കിക്കോന്ന്. അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നു. 5-6 കൊല്ലത്തെ കണക്കൊന്നും ഉമ്മ എന്നോട് പറയണ്ട. കഴിഞ്ഞ കൊല്ലേ ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലല്ലേ എന്നാ അല്ലേ? അതിൻ്റെ മുമ്പത്തെ കൊല്ലല്ലേ ഉമ്മ നമ്മളെ ആണ്ട് ഉപ്പാൻ്റെ അല്ലേ? അപ്പം എങ്ങനെ ഉമ്മ നമ്മൾ പായസം വെക്കുക? എങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ കഴിപ്പിക്കുക? അതിൻ്റെ മുമ്പത്തെ കൊല്ലം നിങ്ങൾ ഏട്ടത്തിൻ്റെ ഭർത്താവിന് വയ്യ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ലേ? അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഉപ്പ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചല്ലേ? അന്ന് നമ്മൾ പായസം വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുക തന്നുമ്മ. പിന്നെ ഇന്നെ കെട്ടിക്കൊണ്ടുവന്ന കൊല്ലം അന്നേ നിങ്ങൾ 2 മാസം വസൂരി പിടിച്ചിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ഞാൻ അവിടെ പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്നാ? ഉമ്മ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളിട്ടാ. അവിടെ നിന്ന് തൊട്ട് ഈ 5-6 കൊല്ലേ നിങ്ങളെ പൊന്നു പോലെ നോക്കിയത് ഞാനാ. അത് ഉമ്മ മറക്കരുത്. എന്തിനാ അമ്മായി വയ്യാത്തോടത്ത് നിങ്ങൾ ഈ പണിയെടുക്കണത്? ഒന്നുമില്ല മാനെ, ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വിചാരിച്ചിട്ടാണ്. അമ്മ പായസം കുടിച്ചമ്മ? ആ പായസം കുടിച്ചു മാനെ. നമ്മളെ പിറന്നാളല്ലേ ഇതിൻ്റെ വകര് മാക്സ്. എൻ്റെ കുട്ടിയെ